പ്രതിസന്ധി അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകി തന്റെ സ്കൂളിലെ കുട്ടികൾക്ക് കൈത്താങ്ങാവുകയാണ് ഹൈറേഞ്ചിലെ ഒരു അധ്യാപിക. ഇടുക്കി ഇരട്ടയാർ നാലുമുക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയായ പ്രഷീസൽ കുര്യനാണ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് തന്റെ അധ്വാനത്തിന്റെ വലിയൊരു പങ്കുപയോഗിച്ച് പഠനോപകരണങ്ങൾ വാങ്ങി നൽകിയത്. ഇടുക്കി ഇരട്ടയാർ നാലുമുക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഏറെപ്പേരും നിർധന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. ദൈനംദിന വൃത്തിക്ക് പോലും കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളിൽ പലർക്കും കോവിഡ് പ്രതിസന്ധി കൂടിയായതോടെ പഠനോപകരണങ്ങൾ വാങ്ങുന്നതും വലിയ വെല്ലുവിളിയായിരുന്നു. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്കൂളിലെ അധ്യാപിക പ്രഷീസൽ കുര്യൻ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തന്നാൽ കഴിയുന്ന പോലെ പഠനോപകരണങ്ങൾ വാങ്ങി നൽകി. കഴിഞ്ഞ വർഷവും ലോക്ഡൌൺ സമയത്ത് സ്കൂളിലെ നിർധനരായ കുട്ടികൾക്ക് അധ്യാപിക ഭക്ഷ്യധാന്യ കിറ്റുകൾ തയ്യാറാക്കി വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്നു. ഇത്തവണയും പഠനോപകരണങ്ങൾ വീടുകളിൽ നേരിട്ടെത്തിക്കുകയായിരുന്നു. കോവിഡ് തീർത്ത ഈ സാമ്പത്തികമായ തകർച്ച, അവരുടെ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായും തകർന്നു. ജോലിയില്ല, ലോക്ക്ഡൗൺ മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, കാർഷിക സാധനങ്ങളുടെ വില ഇടിവ്, ഇതെല്ലാം മൂലം അവർ വളരെയധികം സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ചെറിയൊരു കൈത്താങ്ങായിട്ടാണ് സ്കൂളിലെ പ്രീ പ്രൈമറി മുതൽ 10 വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും അവരുടെ സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾ നോക്കാതെ നോട്ട് ബുക്കുകളും പേനകളും പെൻസിലുകളും അടങ്ങുന്ന പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ശമ്പളത്തിൽ നിന്ന് മാത്രമാണ് ഇതിനുള്ള ചെലവുകൾ വഹിക്കുന്നതെന്നും പരസ്പര സഹായത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സന്ദേശം കുട്ടികളിലേക്ക് എത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അധ്യാപിക പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള പുതിയ സാധ്യതകൾ തേടുകയാണ് കേരളം. ഈ ഘട്ടത്തിൽ അലങ്കാര മത്സ്യ വ്യവസായത്തിലൂടെ മാതൃകയാവുകയാണ് തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി ജോയ്. ജോയുടെ കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന വൈൽഡ് ബെറ്റ എന്ന ഫിഷ് ഫാം പറയുന്നത് വിജയവഴിയുടെ കഥ കൂടിയാണ്. ബെറ്റ അല്ലെങ്കിൽ ഫൈറ്റർ ഫിഷ് എന്ന് പറയുന്ന ഒരു ഫിഷിൻ്റെ ഫാമാണ് ഇത്. അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് തായ്ലാൻഡിൽ ഉള്ള ഒരു ഫിഷാണ്. ഒരു ചെറിയ സ്പേസിൽ നമുക്കിതിനെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇത് കൂടുതൽ ജനകീയമായും ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റി. വലിയ മെയിൻ്റനൻസ് ഇല്ലാത്തൊരു ഫിഷ്. എനിക്ക് ഈ അലങ്കാര മത്സ്യങ്ങളോട് പണ്ട് മുതലേ കുഞ്ഞുനാൾ മുതലേ ഉള്ള ഒരു പാഷനുണ്ട്. രണ്ടാമത് ഇതൊരു നമ്മളെല്ലാവരും ഒരു പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഒരു അധിക വരുമാനം എന്നുള്ള നിലയിൽ ആദ്യം ചെറുതായിട്ട് തുടങ്ങി. പിന്നെ അത് നല്ല രീതിയിൽ ഫുൾ ടൈം ഡെഡിക്കേറ്റായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു വരുമാന സാധ്യത കണ്ടു. നമ്മുടെ എല്ലാ ചിലവുകളും നടന്നു പോകാൻ ഈ ഫാം കൊണ്ട് പറ്റും. കൊമേഴ്സ്യൽ രീതിയിലൊരു ചിന്തയും പ്ലസ് പാഷനും കൂടെ ആയപ്പോൾ ഇതൊരു സക്സസ് ആയിട്ട് മാറി എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഇതിൻ്റെ ഒരു എങ്ങനെ ബ്രീഡിങ് സ്റ്റേജ്? അഡൽട്ട് ഫിഷാണ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ബ്രീഡിങ്ങിന് മെയിൽ ഫീമെയിൽ പെയേഴ്സിനെ എടുത്ത് നല്ല ഫീഡൊക്കെ കൊടുത്ത് കണ്ടീഷൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഒന്നിച്ച് ഒരു ചെറിയ ഒരു 2-3 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ചെറിയ ടബിലാണ് നമ്മളിത് ചെയ്യുന്നത്. ആ സമയത്ത് ഇത് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കും. നമ്മുടെ തവള അല്ലെങ്കിൽ ഫ്രോഗൊക്കെ നെസ്റ്റ് മുട്ടയിടാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഇതും ബബിൾ നെസ്റ്റ് ഉണ്ടാക്കും. മെയിൽ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കും. അതിൽ ഫീമെയിൽ എഗ്ഗ് ഇടുകയാണ് ചെയ്യുന്നത്. എഗ്ഗ് സ്ക്യൂസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സൊക്കെയാണ് ഉള്ളത്. ആ എഗ്ഗ് അതിൽ ഇരിക്കും. 3 ദിവസം കൊണ്ട്, മാക്സിമം 3 ദിവസം കൊണ്ട് എഗ്ഗ് ഫെർട്ടിലൈസായി കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടും. നമ്മൾ ബ്രീഡിങ് കഴിഞ്ഞാൽ, മുട്ടയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫീമെയിലിനെ മാറ്റും. മെയിലാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞാൽ 3 മാസമാണ് ഇതിൻ്റെ വളർച്ചാ കാലാവധി. 3 മാസം കൊണ്ട് ഇത് അഡൽട്ട് ഫിഷായിട്ട് മാറും. ടെയിലിൻ്റെ ക്വാളിറ്റി, കളറ്, ബോഡി ഷേപ്പ് ഇതൊക്കെയാണ് ഒരു ഫിഷിൻ്റെ പ്രൈസ് നിർണ്ണയിക്കുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ടെയില്, മാർക്കിങ്സ് അല്ലെങ്കിൽ കളേഴ്സ് കറക്റ്റായ ഫിഷിന് നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതിനെ നമ്മൾ ബ്രീഡിംഗ് പെയേഴ്സായിട്ട് വീണ്ടും അടുത്ത ജനറേഷൻ ബ്രീഡ് ചെയ്യാൻ വേണ്ടി സെൽ ചെയ്യും. ഇപ്പോൾ നല്ല സാധ്യതയുള്ള
ഒരു ബ്രീഡാണ് ഫൈറ്റർ ഫിഷ്. ഗപ്പി കഴിഞ്ഞിട്ട് ഫൈറ്റർ ഇപ്പോൾ നല്ലൊരു ബ്രീഡിങ് സാധ്യതയുള്ള ഒരു സാധാരണക്കാരന് ഈസി ആയിട്ട് ഇതിൽ വരുമാനം ഉണ്ടാകും. ഒരു ചെറിയ സ്പേസ്, ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ടെറസ് ഒരു സ്പേസാണ് ഞങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. വലിയ ഫാം സെറ്റപ്പ്, വലിയ ഏരിയ ഒന്നും വേണ്ട. ഉള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം നമുക്കൊരു 500 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഒരു വീട്ടിലെ ചിലവ് നടക്കാനുള്ള ക്യാഷ് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് ഇവിടെ ഞാൻ ചെയ്യുന്നത് ഹാഫ് മൂൺ ബെറ്റാസാണ്. ഓവർ ഹാഫ് മൂൺ ബെറ്റാസ് എന്ന് പറയുന്നതാണ്. അതിൽ തന്നെ നമുക്ക് 3-4 വെറൈറ്റീസ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബ്രൂഡ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഒന്ന് ഈ ഹാഫ് മൂൺ ഐറ്റം ഉണ്ട്, പ്ലക്കാർഡുണ്ട്, വൈൽഡ് ബെറ്റയുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുള്ളത്. ഇതിൽ ഞാനിപ്പോൾ ബ്രീഡ് ചെയ്യിച്ച് കൊമേഴ്സ്യലായിട്ട് കൊടുക്കുന്ന സാധനം ഓവർ ഹാഫ് മൂണും പ്ലക്കാർഡ്, ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. വൈൽഡ് ബെറ്റ ഞാൻ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നില്ല, ഹോബിയായിട്ട് ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട്, നമുക്ക് കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ ഹാഫ് മൂണിൽ പല വെറൈറ്റീസ് വരുന്നുണ്ട്. തായ്ലാൻഡിൻ്റെ ഫ്ലാഗിൻ്റെ അതേ കളറിലുള്ള ഫിഷ് തന്നെ നമുക്കുണ്ട്, തായ് ഫ്ലാഗ്. പിന്നെ സോളിഡ് കളേഴ്സിൽ റെഡ്, ബ്ലൂ, വൈറ്റ്, യെല്ലോ, ബ്ലാക്ക്, അങ്ങനെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പ്ലക്കാർഡ്സിലാണെങ്കിൽ ഞാൻ റെഡ്, വൈറ്റ്, യെല്ലോ, പിന്നെ നിമോ ക്യാൻഡി, ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പ്ലക്കാർഡ്സിൽ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ഫിഷ് പെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സോളിഡ് കളേഴ്സാണ് ബേസ് ആയിട്ടുള്ള ഏറ്റവും 450 രൂപ തൊട്ടാണ് ഇതിൻ്റെ പെയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് 2000 രൂപയുടെ പെയർ വരെ എൻ്റെ അടുത്തുണ്ട്. 2000 രൂപ അത് എൻ്റെ ഒരു പ്രൈസ്, ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വായനയുടെ വാതായനം നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു എന്നത് മാത്രമല്ല ഇടുക്കി കൊമ്പയാർ സംസ്കാര പോഷണി വായനശാലയുടെ പ്രത്യേകത. ഒരു തലമുറയെ തന്നെ വിജയത്തിലേക്ക് നയിച്ചതിന്റെ ചരിത്രമാണ് ഈ ലൈബ്രറി പറയുന്നത്. നെടുങ്കണ്ടത്തിന് സമീപമുള്ള കുടിയേറ്റ ഗ്രാമമാണ് കോമ്പയാർ. കൃഷിയെ ആശ്രയിച്ച് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നവരാണ് ഗ്രാമവാസികളിൽ ഏറെയും. സംസ്കാര പോഷണി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ നിരവധി യുവതി യുവാക്കളെയാണ് സർക്കാർ സർവീസിലെത്തിച്ചത്. എന്തായാലും നിരവധി മേഖലകളിൽ പണ്ട് PSC കോച്ചിങ് ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ പോലും ഇവിടെ കൂട്ടം കൂടിയിരുന്ന് പഠിക്കുകയും അങ്ങനെ പരസ്പരമായിട്ടുള്ള സഹായത്തോടു കൂടിയാണ് പല മേഖലകളിലും ചെന്നെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം താങ്ങായിട്ട് നിൽക്കുന്നത് നമ്മുടെ കോമ്പയാർ സംസ്കാര പോഷണി വായനശാലയാണ്. 1963 കോമ്പയാറിന്റെ സ്വന്തം വായനശാല ആരംഭിച്ചത്. ഇന്ന് ഇടുക്കിയിലെ ഏറ്റവും മികച്ച ഗ്രാമീണ ലൈബ്രറിയാണ് സംസ്കാര പോഷണി. സമൂഹത്തിലെ നാനാതുറകളിലുള്ളവരെ വായനയുടെ ലോകത്തേക്ക് ക്ഷണിച്ചതിനൊപ്പം യുവജനതയെ മത്സര പരീക്ഷകൾക്കും പ്രാപ്തരാക്കി. കഴിഞ്ഞ 3 ദശകത്തിനിടയിൽ നിരവധി പേരാണ് ഇവിടെ നിന്നും സർക്കാർ സർവീസിലെത്തിയത്. ന്യൂസ് 18 ഇടുക്കി. ലോക്ഡൌണിൽ സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒറ്റ ഷോട്ടിൽ അവതരിപ്പിച്ച ഓട്ടോ തൊഴിലാളിയുടെ വീഡിയോ ശ്രദ്ധേയമാവുകയാണ്. തൃശൂർ വാടാനപ്പള്ളിയിലെ റഫീഖ് ഇസ്മായിലും സുഹൃത്ത് മുൻഷാറും മൊബൈലിൽ ചിത്രീകരിച്ച വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായത്. പണിക്ക് പോകാൻ പറ്റാതെ എത്ര നാളെ വീട്ടിലിരിക്കുന്നറിയും. കുടുംബത്ത് ഭാര്യ 2 മക്കളും വയ്യാത്തൊരു അമ്മയാണ്. നിങ്ങൾ അടച്ചിട്ടിരിക്കാൻ പറയണ്ടല്ലോ, എങ്ങനെ ജീവിക്കണമെന്ന് കൂടി പറയും സാറേ. കാര്യം റേഷൻ കടയിൽ നിന്ന് കിറ്റും സാധനങ്ങളൊക്കെ മാസം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാവോ സാറേ? കൊച്ചിന് ബിസ്ക്കറ്റ് പോലും മേടിക്കാൻ പറ്റാത്തൊരു തന്തയായിട്ട് ഞാനും എന്നെ പോലുള്ള ആയിരങ്ങൾ ഈ നാട്ടിൽ വന്നോണ്ടിരിക്കുക, ജോലിക്ക് പോകാൻ പറ്റാതെ. ഓട്ടോ തൊഴിലാളിയായ റഫീഖ് ലോക്ഡൌൺ നാളുകളിൽ നേരിട്ട യാഥാർത്ഥ്യങ്ങളാണ് വീഡിയോയുടെ കാതൽ. ഒറ്റ സ്ക്രീനിൽ ഒറ്റ ഷോട്ടിൽ മൊബൈലിലായിരുന്നു ചിത്രീകരണം. വീഡിയോ നിർമ്മിക്കാനുണ്ടായ കാരണങ്ങൾ റഫീഖ് തന്നെ പറയും. എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. അതായത് എന്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയത് എന്നെ തന്നെ പോലീസ് തടയുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു വിഷ്വലൈസ് നമ്മുടെ മനസ്സിൽ വരുമല്ലോ. അപ്പൊ അങ്ങനെ തോന്നിയതാണ്. അപ്പൊ ഞാൻ ഈ സുഹൃത്ത് ഷെഫീറിന്റെ അടുത്ത് ഇത് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞോടാ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വിപുലമായിട്ട് തന്നെ സ്ക്രിപ്റ്റ് ആക്കി. കൂട്ടുകാരൻ മുൻഷാറാണ് സ്വന്തം മൊബൈലിൽ 3 മിനിറ്റുള്ള വീഡിയോ ഷൂട്ട് ചെയ്തതും സേവ് കേരള എന്ന FBയിൽ വീഡിയോ പോസ്റ്റ് ഇട്ടതും. വീഡിയോ വൈറലായി. ഇവന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇവനെ എങ്ങനെയെങ്കിലും അഭിനയം എന്ന് പറഞ്ഞാൽ പ്രാന്തായി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും ആ മൊബൈൽ ഇപ്പം എന്തെങ്കിലും മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു ഷോട്ട് എടുത്ത് അല്ലെങ്കിൽ ഒന്ന് മാറുന്നിട്ട് ഈ ആംഗിൾ ഒന്നൊരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ പറയും. ശരിക്കും ക്യാമറ പിടിക്കാൻ പഠിപ്പിച്ചത് അവൻ തന്നെയാണ്. വീഡിയോ എഡിറ്റ് ചെയ്തത് അൻസാർ അന്തിക്കാട് എന്ന മറ്റൊരു സുഹൃത്തും.
വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശിയായ റഫീഖിന് സിനിമയാണ് താല്പര്യം. നിരവധി ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട ഇനിയും അവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 തൃശൂർ. ലോക്ഡൌണിൽ സഞ്ചാരികൾ കുറയുകയും ഇതോടെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുകയും ചെയ്യുന്ന താമരശ്ശേരി ചുരത്തിലെ കുരങ്ങന്മാർക്ക് ചാമ്പങ്ങ എത്തിച്ചു നൽകി യുവാവിന്റെ മാതൃക. തന്റെ വീട്ടുമുറ്റത്തുണ്ടായ ചാമ്പങ്ങ എത്തിച്ചു നൽകിയാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ മലയമ്മ സ്വദേശി ഷരീഫ് മലയമ്മ മാതൃകയായത്. ലോക്ഡൌണിൽ മൃഗങ്ങളും വലിയ ദുരിതത്തിലാണ്. ഹോട്ടലുകളും മറ്റും തുറക്കാതായതോടെ ഭക്ഷണാവശിഷ്ടങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥ. വിനോദസഞ്ചാരികൾ എത്താതായതോടെ താമരശ്ശേരി ചുരത്തിലെ കുരങ്ങന്മാരും ഭക്ഷണമില്ലാതെ കഴിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് തന്റെ വീട്ടുവളപ്പിലുണ്ടായ ചാമ്പയ്ക്ക ഷെരീഫ് കുരങ്ങുകൾക്കായി എത്തിച്ചത്. ചാമ്പയ്ക്ക പഴുത്തു വീണ് നശിക്കുന്നത് കണ്ടതോടെയാണ് ഇത്തരമൊരു ആശയം ഉദിച്ചത്. വയനാട്ടിലേക്ക് പോകുന്നൊരു സമയത്ത് സാധാരണഗതിയിൽ ചുരത്തിൽ സഞ്ചാരികളിൽ നിന്നും ഭക്ഷണവും പഴങ്ങളൊക്കെ കിട്ടിയിരുന്ന കുരങ്ങന്മാർ അവരൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതായി എനിക്ക് തോന്നി. അവർക്കൊന്നും സഞ്ചാരികൾ പോകാത്ത വഴി ഇപ്പം നിലവിൽ പോകുന്നില്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ വീട്ടുമുറ്റത്ത് സാധാരണഗതിയിൽ വേനൽക്കാലത്ത് ആളുകൾ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കൊണ്ടുപോയിരുന്ന ആപ്പിൾ ചാമ്പ അത് മഴക്കാലത്ത് വീടിൻ്റെ മുറ്റത്ത് കൊഴിഞ്ഞ് നശിച്ചു പോകുന്ന ഒരു അവസരം വന്നത്. അപ്പോഴാണ് എനിക്കൊരാശയം വന്നത്, ഇത് ആരെങ്കിലും കഴിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നത്. ഓരോരുത്തരും വീട്ടിലുണ്ടാകുന്ന ഫലങ്ങൾ ഉപയോഗത്തിന് ശേഷമുള്ളവ മിണ്ടാപ്രാണികൾക്ക് എത്തിച്ചു നൽകിയാൽ ലോക്ഡൌൺ കാലത്ത് ഇത്തരം ജീവികൾക്ക് ആശ്വാസമാകുമെന്നും ഷെരീഫ് പറയുന്നു. തന്റെ വീടിനു ചുറ്റും വിവിധതരം ഫലവൃക്ഷ തൈകൾ ഷെരീഫ് നട്ടുവളർത്തുന്നുണ്ട്. നേരത്തെ ലോക്ഡൌണിൽ പ്രയാസം അനുഭവിക്കുന്ന കോഴിക്കോട് നഗരത്തിലെ ആളുകൾക്ക് ചക്കയും എത്തിച്ചു നൽകിയിരുന്നു. ന്യൂസ് 18 മുക്കം. സാധാരണക്കാർക്ക് അത്ര പരിചയമില്ലാത്ത 3D പ്രിന്റർ നിർമ്മിച്ച് വ്യത്യസ്തനായ ഒരു വിദ്യാർത്ഥിയെ പരിചയപ്പെടാം. കണ്ണൂർ ആലക്കോട് കണ്ണാടിപ്പാറയിലെ മെൽവിൻ ജോർജാണ് നാട്ടുകാരെ ത്രില്ലടിപ്പിക്കുന്ന കണ്ടുപിടുത്തം നടത്തി ശ്രദ്ധേയമായിരിക്കുന്നത്. വിനോദത്തിനും വിജ്ഞാനത്തിനും വേണ്ടി ലോക്ക്ഡൌൺ കാലത്തെ മാറ്റിവെച്ച നിരവധി പേരുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പ്രവർത്തന വഴിയാണ് മെൽവിൻ എന്ന 22-കാരൻ തിരഞ്ഞെടുത്തത്. പലരും ആകാംക്ഷയോടെ കൈകാര്യം ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന 3D പ്രിന്റിംഗ് ആണ് മെൽവിൻ രൂപപ്പെടുത്തിയത്. സാധാരണ നിലയിൽ വലിയ മുതൽ മുടക്ക് വേണ്ടെടുത്താണ് മെൽവിൻ കുറഞ്ഞ ചെലവിൽ പ്രിന്റർ നിർമ്മിച്ചത്. സ്വന്തമായി ഒരു ഗിറ്റാർ നിർമ്മിക്കുക എന്ന ലക്ഷ്യമാണ് 3D പ്രിന്റർ എന്ന ആശയത്തിലേക്ക് മെൽവിനെ എത്തിച്ചത്. ഗിറ്റാർ നിർമ്മാണം തുടങ്ങിയതോടെ പല പാർട്സുകൾക്കും ക്ഷാമം നേരിട്ടു. ഓൺലൈനിൽ ബുക്ക് ചെയ്ത പാർട്സുകൾ പാതി വഴിയിൽ വെച്ച് യാത്ര അവസാനിപ്പിച്ചു. ലോക്ക്ഡൌൺ കാലത്തെ ഈ പ്രതിസന്ധി പരിഹരിക്കാനായിരുന്നു സ്വന്തമായി പ്രിന്റർ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആദ്യം ഞാൻ ഈ ഐഡിയ ഷെയർ ചെയ്തപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് വർക്ക് ചെയ്യത്തില്ല, കാരണം എസ്പെഷ്യലി ഞാൻ തടിയാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനത് ആദ്യമൊന്നും കാര്യമാക്കിയില്ല. അപ്പോൾ യാദൃശ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത വുഡ് എന്ന് പറഞ്ഞാൽ കട്ടളയുടെ ഒക്കെ വലിയ വുഡാണ്, അപ്പോൾ വൈബ്രേഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രിൻറ്റിങ് ജസ്റ്റ് പ്ലാസ്റ്റിക് മാത്രമാണ്, ഒന്നുമില്ല, ഷേപ്പൊന്നും വരുന്നില്ല. പിന്നെ കോൺഫിഗർ ചെയ്ത് സോഫ്റ്റ്വെയർ മോഡിഫൈ ചെയ്ത് ഇതിനായിട്ട് ട്രിം ചെയ്ത് അപ്ലോഡ് ചെയ്ത് കുറേ ഒരു 3-4 മാസങ്ങൾ ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്ത്. വിറകുപുരയിലുണ്ടായിരുന്ന പഴയ മരത്തടികൾ ഉപയോഗിച്ച് ആദ്യം സ്ട്രക്ചർ നിർമ്മിച്ചു. മറ്റു ഭാഗങ്ങൾ ഒന്നൊന്നായി നിർമ്മിക്കാൻ മാസങ്ങൾ വേണ്ടിവന്നു. നിരന്തരമായ കണക്കുകൂട്ടലുകൾക്കും പരീക്ഷണങ്ങൾക്കുമൊടുവിൽ പ്രിന്റർ പ്രവർത്തിച്ചു തുടങ്ങി. ഗിറ്റാറിന് വേണ്ടിയുള്ള പാർട്സുകൾക്കൊപ്പം ആംപ്ലിഫയറിന്റെ യന്ത്രഭാഗങ്ങളും പ്രിന്റർ വഴി നിർമ്മിക്കാനായി. രൂപങ്ങളും അക്ഷരങ്ങളുമെല്ലാം വിവിധ വർണ്ണങ്ങളോടെ പ്രിന്റർ സമ്മാനിക്കാൻ തുടങ്ങിയതോടെ മെൽവിന്റെ കണ്ടുപിടുത്തവും നാട്ടുകാർക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ്. ന്യൂസ് 18 ആലക്കോട്. നാട്ടിൻപുറത്തിൽ ഇനിയൊരു ഇടവേള. മ്യൂറൽ പെയിന്റിംഗിൽ വിസ്മയമായി 9ാം ക്ലാസ് വിദ്യാർത്ഥി KR ഹരിനന്ദൻ. പോത്താനിക്കാട് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹരിനന്ദൻ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരുന്നപ്പോഴാണ് മ്യൂറൽ പെയിന്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ലോക്ക്ഡൌൺ കാലമാണ് ഹരിനന്ദനൻ പുതിയ പരീക്ഷണങ്ങൾക്കായി സമയം കണ്ടെത്തിയത്. ചുമർ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലാണ് ഹരിനന്ദനൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദൈവങ്ങളുടെയും മനുഷ്യരുടെയും അടക്കം 70ഓളം ചിത്രങ്ങൾ ഇതുവരെ വരച്ചു. അമ്മ അച്ഛനും മറ്റേ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ വരയ്ക്കാൻ വേണ്ടി. പിന്നെ 2 വർഷമായുള്ളൂ
മ്യൂറൽ ചെയ്തു തുടങ്ങിയിട്ട് മ്യൂറൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഒരു പ്രത്യേക താല്പര്യം വന്നു. പിന്നെ മ്യൂറൽ തന്നെയായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. ചിത്രകാരൻ കൂടിയായ അച്ഛൻ ഹരിക രമേശനാണ് ചിത്രരചനയിൽ സഹായിക്കുന്നത്. ഒരു 2 വർഷത്തോളമായി പുള്ളി മ്യൂറലിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് ചിത്രങ്ങളെടുത്ത് പുള്ളി അത് തന്നെ വരയ്ക്കുന്നു. അപ്പോൾ ക്യാൻവാസും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അക്രിൽ കളർ, ഓയിൽ പെയിൻറ് ഇതൊക്കെയാണ് പുള്ളി കൂടുതലും ചെയ്യാറുള്ളത്. ചില ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ ഒരാഴ്ച സമയമെടുക്കും. 1500 രൂപ ചെലവും വരും. സ്കൂൾ തലത്തിലും ചിത്രരചനാ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഹരിനന്ദനൻ. ന്യൂസ് 18 കോതമംഗലം. നേരാവണ്ണം എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നവർക്ക് പോലും ഒരു കുടയുണ്ടാക്കുക എന്നത് ചെറിയ കാര്യമല്ല. കമ്പികൾ കെട്ടണം, തുണി പാകണം, നൂല് കെട്ടണം, അങ്ങനെ പണികൾ കുറെയുണ്ട് ഒരു കുടയുണ്ടാക്കാൻ. എന്നാൽ അവയെല്ലാം കൂടി ഇവിടെ ഒരാൾ കിടന്ന കിടപ്പിൽ ചെയ്യുകയാണ്. പേരാമ്പ്ര സ്വദേശി ഹാരിസ്. 1/2 മീറ്റർ വലിപ്പമുള്ള വലിയ കമ്പിയോട് ചെറുകമ്പികൾ ചേർത്ത് കെട്ടണം. അവയുടെ മുകളിൽ തുണി വിരിക്കണം. പെരുമഴയിലും കാറ്റിലും തുണി പാറിപ്പോകാതിരിക്കാൻ അതിനെ ഇല്ലിക്കുള്ളിൽ നൂല് ചേർത്ത് കെട്ടണം. പ്രധാന കമ്പിയുടെ അറ്റത്ത് കാലുകൾ ഘടിപ്പിക്കണം. ഏറെ അധ്വാനമുണ്ട് കുട നിർമ്മിക്കാൻ. എന്നാൽ ഒരു മടുപ്പുമില്ലാതെ കിടന്ന കിടപ്പിൽ ചെയ്തു തീർക്കുകയാണ് പേരാമ്പ്ര സ്വദേശി ഹാരിസ്. ചുമട്ടുതൊഴിലാളിയായിരുന്ന ഹാരിസ് 23 വർഷം മുൻപാണ് വാഹനാപകടത്തിൽ നട്ടെല്ല് തകർന്ന് കിടപ്പിലായത്. കിടപ്പിലുണ്ടായ മറ്റസുഖങ്ങൾ ഒഴിവാക്കാൻ തുടർന്നും സർജറികൾ വേണ്ടിവന്നു. പക്ഷേ ഈ 39-കാരന്റെ ഇച്ഛാശക്തിയോ ഉത്സാഹമോ നഷ്ടമായില്ല. സ്വന്തമായി നിർമ്മിക്കുന്ന കുടകൾ വിറ്റാണ് ഹാരിസ് മരുന്ന് വാങ്ങുന്നതും തന്റെ കുടുംബത്തിന്റെ ചെലവിന് വക കണ്ടെത്തുന്നതും. 5-6 വർഷമായിട്ട് തീരെ കിടപ്പില്ലാന്ന്, പുറത്തോട്ടൊന്നും തീരെ പോക്കില്ല. അപ്പോൾ അത് കിടന്നിടത്ത് തന്നെ ഇങ്ങനെ കുട ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയൊരു വരുമാനമായിട്ട് ഇതാ ഒന്ന് മാർഗമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കുട കിടന്നിടത്ത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഹാരിസിനെ കുട വിൽപ്പനയിൽ സഹായിക്കാൻ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരും ഉണ്ട്. പേരാമ്പ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകർ ഹാരിസിന്റെ കുടകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നു. 500ഓളം കുടകളിൽ ഏകദേശം 250ഓളം കുടകൾ ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഈ ഒരു വാർഡ് കേന്ദ്രീകരിച്ച് തന്നെ വിൽക്കാൻ പറ്റുന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ്. ജനങ്ങളുടെ ഒരു കുടയേക്കാൾ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ളൊരു സംരംഭത്തെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു വലിയൊരു മെന്റാലിറ്റിയും കൂടെ ഈ നാട്ടുകാരുടെ ഇടപെടലിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തോറ്റുപോകാതെ പിടിച്ചു നിൽക്കാൻ ഹാരിസിന്റെ ജീവിതം നല്ല പാഠമാണ്. ന്യൂസ് 18 പേരാമ്പ്ര. സൂര്യകാന്തി പാടം കാണാൻ വയനാട്ടുകാർക്ക് ഇനി അതിർത്തി കടക്കേണ്ട. സുൽത്താൻ ബത്തേരി മൂലങ്കാവിൽ ദേശീയപാതയോരത്താണ് സൂര്യകാന്തികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. പ്രദേശത്തെ സെന്റ് ജൂഡ് അയൽക്കൂട്ടമാണ് 1/2 ഏക്കർ സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. വായനയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കാൻ ജീവിതമൊഴിഞ്ഞുവെച്ച ഒരു അധ്യാപകനെ കുറിച്ചാണ് ഇനി. കണ്ണൂർ ആലക്കോട് സ്വദേശി AR പ്രസാദാണ് പുസ്തകങ്ങളെ മാറോട് ചേർത്ത് വായനയെ ജനകീയമാക്കുന്നത്. ഇത് AR പ്രസാദ്. ARP എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. 35 വർഷത്തെ അധ്യാപക ജീവിതത്തിന് അവധി കൊടുത്ത് കഴിഞ്ഞ ഏപ്രിലിൽ സർവീസിൽ നിന്ന് വിരമിച്ചു. സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചപ്പോഴാണ് വായന ജീവിതത്തിന്റെ ഭാഗമായത്. അമ്മയുടെ വായനാശീലമാണ് തന്നെ കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രസാദ് മാഷ് പറയുന്നു. അപ്പോൾ വായന എന്നുള്ളത് എനിക്ക് ചെറുപ്പത്തിലേ ഉള്ളൊരു ശീലമാണ്. അത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടിയൊരു ശീലമാണെന്നാണ് തോന്നുന്നത്. അമ്മ നന്നായി വായിക്കും. ഇപ്പോഴും 85 വയസ്സായെങ്കിൽ ഇപ്പോഴും നന്നായി വായിക്കും. വായിക്കാത്ത പുസ്തകങ്ങൾ വളരെ കുറവ്. മലയാളത്തിലെ ഒട്ടുമിക്ക സാഹിത്യകാരന്മാരുടെയും കൃതികൾ ഇതിനോടകം തന്നെ മാഷു വായിച്ചു തീർത്തു. ഓരോ പുസ്തകങ്ങൾ പുറത്തിറങ്ങുമ്പോഴും ആദ്യം സ്വന്തമാക്കുക എന്നത് ഒരു ഹരമായി മാറി. പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മുറി തന്നെ വീട്ടിലൊരുക്കി. അധ്യാപികയായ ഭാര്യ കലയും വായനയുടെ ലോകത്ത് സജീവമാണ്. ജീവിതത്തെ വേറിട്ട രീതിയിൽ നോക്കിക്കാണാൻ വായന ഉപകാരപ്പെടുമെന്നാണ് മാഷിന്റെ പക്ഷം. വായന പുതിയൊരു ഉൾക്കാഴ്ച ഉണ്ടാവും. ആളുകൾക്ക് ജീവിതത്തെ പുതിയൊരു രീതിയിൽ നോക്കിക്കാണാൻ വായന സഹായിക്കും. കൂടുതൽ ആധുനികമായ ജനാധിപത്യ ബോധത്തോടെ അല്ലെങ്കിൽ വിശാലമായ മാനവികതയോടെ ഒക്കെ ഒരു മതേതരത്വ ബോധത്തോടൊക്കെ ഒരു പൊതു ഇടം ഉണ്ടാക്കിയെടുക്കാൻ പര്യാപ്തമായ ഒന്നാണ് നല്ല വായന എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുന്നതിനും പ്രസാദ് മാഷ് നടത്തുന്ന ശ്രമം ചെറുതൊന്നുമല്ല. വായനയ്ക്കും സാഹിത്യ ചർച്ചകൾക്കുമൊക്കെയായി സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് റീഡേഴ്സ് ഫോറം, സർഗവേദി എന്നീ സംഘടനകളും ആലക്കോട് കേന്ദ്രമായി ആരംഭിക്കാൻ പ്രസാദ് മാഷ് മുന്നിട്ടിറങ്ങി. സാഹിത്യം ചർച്ച ചെയ്യാൻ വീട്ടുമുറ്റ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഒട്ടേറെ ചെറുകഥകളുടെയും ലേഖനങ്ങളുടെയും രചയിതാവ് കൂടിയാണ് ഈ 57കാരൻ. ന്യൂസ് 18 കണ്ണൂർ. റേഞ്ച് പ്രശ്നം കാരണം പഠനം മുടങ്ങുമെന്നായപ്പോൾ
കോഴിക്കോട് മണിയൂർ സ്വദേശിയായ ഋതുനന്ദ് അച്ഛനോട് പറഞ്ഞു, നമുക്കൊരു ഏറുമാടമുണ്ടാക്കാം. അച്ഛൻ വിനോദ് ഒട്ടും താമസിച്ചില്ല. മകനായി ഒരു ഉഗ്രൻ ഏറുമാടമുണ്ടാക്കി. ഇപ്പോൾ ഋതുനന്ദ് മാത്രമല്ല, കൂട്ടുകാരും ഇവിടെ ഇരുന്നാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. മണിയൂർ UP സ്കൂളിലെ 6ാം ക്ലാസ്സുകാരനായ ഋതുനന്ദിന്റെ ഓൺലൈൻ ക്ലാസുകൾ ഇപ്പോൾ ഏറുമാടത്തിലാണ്. രാവിലെ ക്ലാസ് കഴിഞ്ഞാൽ രാത്രിയിലെ വായന വരെ ഈ ഏറുമാടത്തിൽ തന്നെ. സിഗ്നൽ പ്രശ്നം കൊണ്ടാണ് ഈ ഏറുമാടം ഋതുനന്ദ് അഭയകേന്ദ്രമാക്കിയത്. നല്ലോണം റേഞ്ച് കിട്ടുന്നുണ്ട്. ഇവിടെ തീരെ റേഞ്ച് കിട്ടിയാലാണ് ഈ കാലത്ത് ഓൺലൈൻ ക്ലാസ് കാണല്. ഇപ്പൊ ഏറുമാടത്തിനെ കൊണ്ട് നല്ല റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണ ഓൺലൈൻ പഠനം പേരിന് പോലും കിട്ടിയിരുന്നില്ല. പഠനം പ്രശ്നമായപ്പോൾ ഋതുനന്ദ് തന്നെയാണ് ഉപായം കണ്ടെത്തിയത്. അച്ഛൻ വിനോദിനോട് പറഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും വൈകിയില്ല. സ്കൂൾ അധികൃതരുടെ കൂടി പിന്തുണയോടെ ഏറുമാടം തയ്യാർ. അമ്മ ബിന്ദുവും ജ്യേഷ്ഠൻ അനുവിന്ദും ഒപ്പം ചേർന്നു. അവൻ്റെ ഐഡിയ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കെട്ടിക്കൂടെന്ന് വെച്ച് അവരൊരു ചെറിയൊരു ഏറുമാടം കെട്ടിത്തരുമെന്ന് വെച്ച് ആദ്യം ഞാൻ സമ്മതം പറഞ്ഞില്ല. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കാന്ന് അങ്ങനെയാണ് കെട്ടിക്കൊടുത്തത്. റേഞ്ച് ക്ലാസ് കാണുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കെട്ടിയത്. മണിയൂരിൽ സിഗ്നൽ പ്രശ്നമുള്ള കുറെ പ്രദേശങ്ങളുണ്ട്. എല്ലാവർക്കും ഇത് പ്രാവർത്തികമാക്കാനാവില്ല. എങ്കിലും ഋതുനന്ദ് തന്റെ പ്രദേശത്തെ 3 കൂട്ടുകാരെ കൂടി ഓൺലൈൻ ക്ലാസ് കാണാൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഉയരത്തിലിരുന്ന് ക്ലാസ് കാണുന്ന ഋതുനന്ദും കൂട്ടുകാരും ഇപ്പോൾ നാട്ടിലെ ചർച്ചയാണ്. ന്യൂസ് 18 വടകര. പ്രകൃതി മനോഹാരിത കൊണ്ട് ഏറെ സമ്പന്നമായ കുളമാവ് വനാതിർത്തിയിലെ മുറംകെട്ടിപ്പാറ ശ്രദ്ധേയമാവുകയാണ്. തൊടുപുഴ പുലിയൻമല സംസ്ഥാന പാതയിലെ കുളമാവ് പാറമടയ്ക്ക് സമീപമാണ് മുറംകെട്ടിപ്പാറയുടെ ഈ